ഹലോ ഗൈസ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ഒട്ടും ബ്രൈറ്റ് അല്ല, നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ടാൻ നമുക്ക് മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഡീ ടാൻ ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഡീ ടാൻ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളെ കയ്യിലുള്ള പൈസയൊന്നും മുടക്കേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിൽ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കുറച്ചധികം പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് ഈ ഒരു ഡീ ടാൻ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം. ഫസ്റ്റ് തന്നെ വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ 1.5 സ്പൂണോളം കടലമാവ് എടുക്കുന്നുണ്ട്. കടലമാവ് കട്ട പിടിച്ചു പോയി കേട്ടോ, അതുകൊണ്ടാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. സെക്കൻഡ് നമുക്ക് വേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. 1 സ്പൂണോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഒരു നാരങ്ങയുടെ പകുതി മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. നാരങ്ങ നീര് അലർജി ആയിട്ടുള്ള ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം തക്കാളി നീര്, അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങിൻ്റെ നീരൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല തിക്ക് പേസ്റ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫേസ് ഒന്ന് നനച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും നെക്കിലും ഒരേ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് ഫേസിലും നെക്കിലും നല്ല തിക്കായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം. ഒരു 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വെക്കാവുന്നതാണ്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയില്ല, എങ്കിൽ ഒരു സെമി ഡ്രൈ ആയിട്ടുണ്ട്. കവിളിൻ്റെ സൈഡിൽ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തപ്പോൾ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫേസ് ഫുള്ളായിട്ട് തന്നെ വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു വ്യത്യാസം എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഡീ ടാനൊക്കെ മാറിയിട്ട് സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഗ്ലോയും നല്ലൊരു ഹെൽത്തി ലുക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഡീ ടാൻ ഫേസ് പാക്കാണ്. നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.